ഇന്നത്തെ എക്സാമായ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നമ്മുടെ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഈ മൂന്നിലും നിന്ന് ഇന്ന് ഒരു 30 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നിവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word, which of the following option is not found on the page layout tab? ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആയിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ബാക്കി 3 ഓപ്ഷൻസും പേജ് ലേഔട്ട് ടാബിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ റിവ്യൂ ടാബിന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിച്ച് ടെംപ്ലേറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡീഫോൾട്ട് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. Third question, which of the following is the floating text box that highlights quotes from the Word document? ഇതിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഹൈപ്പർ ലിങ്ക്, ഡിസ്പ്ലേ ബോക്സ്, ഫുൾ കോട്ട് ആൻഡ് ഗ്രാഫിക്സ് ആയിരുന്നു. ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മളുടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. Fourth question, Office button was introduced in which version of MS Word? MS Word ഏത് വെർഷനിലായിരുന്നു ഓഫീസ് ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നായിരുന്നു ഓപ്ഷൻ വേർഡ് 2007, 2010, 2013, 2016 ആയിരുന്നു. നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മളുടെ ആൻസർ 2007. Next question, to move the left side of the first line of paragraph leftward away from the center, which option in Microsoft Word can be used എന്നായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇത് ഇൻഡന്റേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളുടെ ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ഇൻഡന്റേഷൻ, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് in MS Word, the print to PDF feature is used for. Print to PDF എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. ആ ഫീച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, പ്രിന്റ് ദ ഡോക്യുമെന്റ് ഡയറക്ട്ലി ടു ദ PDF file, preview the document as a PDF before printing, send the document as PDF attached via email, save the document in printable PDF format. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Next question, to insert an image of text begin the content of page in Word document, what feature is used? നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ബി, വാട്ടർ മാർക്കാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു ഓട്ടോമേറ്റ് റിപ്പീറ്റ് വർക്ക്? നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഒരു ടാസ്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഫീച്ചറാണ്? ഹൈപ്പർ ലിങ്ക് ആണോ, ടെംപ്ലേറ്റ് ആണോ, മെയിൻ മെർജ് ആണോ, മാക്രോ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, മാക്രോ ആണ് നമ്മളുടെ എന്താണ് ആൻസർ ഇതിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെയിൻ കമ്പോണന്റ് ഓഫ് മെയിൽ മെർജ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? മെയിൽ മെർജിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതാണ്? അല്ലാത്തത് ഏതാണ്? അതായത് മെയിൻ ഡോക്യുമെന്റ് ആണോ, അഡ്രസ് ലൈൻ ആണോ, മെർജ് ഫീൽഡ് ആണോ, അതോ ഡേറ്റ സോഴ്സ് ആണോ? ഇതിൽ ഏതാണ് അല്ലാത്തതായിട്ട് ഉള്ളതെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓപ്ഷൻ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മളുടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം റിവ്യൂ ടാബ് ഇൻ MS Word? റിവ്യൂ ടാബിൽ വരുന്ന നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ഈ തന്നേക്കുന്ന ഓപ്ഷനിൽ നിന്ന്? ട്രാക്ക് ചേഞ്ചസ്, ഇൻസെർട്ട് ക്യാപ്ഷൻ, ഇൻസെർട്ട് സൈറ്റേഷൻ, ഡ്രോപ്പ് ക്യാപ്പ്. ഇതിൽ ഏതാണ് നമ്മളെ റിവ്യൂ ടാബിന്റെ അകത്ത് വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആക്ഷൻ. ട്രാക്ക് ചേഞ്ചസ് ആണ് നമുക്ക് റിവ്യൂ ടാബിന്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പവർ പോയിന്റ് ആൻഡ് എക്സലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു 21 to 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻ, ഹൗ ടു ആഡ് ആർട്ടിസ്റ്റിക് എഫക്റ്റ് ഇൻ MS പവർ പോയിന്റ്? MS പവർ പോയിന്റിൽ ആർട്ടിസ്റ്റിക് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏത് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്?
ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെലക്ട് പിക്ചർ ഫോർമാറ്റ് ആർട്ടിസ്റ്റിക് എഫക്റ്റ്. ബി ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ഹോം പിക്ചർ ഫോർമാറ്റ് ആർട്ടിസ്റ്റിക് എഫക്റ്റ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സെലക്ട് ഇൻസെർട്ട് ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്നായിരുന്നു. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സെലക്ട് എഡിറ്റ് ആർട്ടിസ്റ്റിക് എഫക്റ്റ്. ഇതിൽ നിന്ന് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സെലക്ട് പിക്ചർ ഫോർമാറ്റ് ആർട്ടിസ്റ്റിക് എഫക്റ്റ്. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് പിക്ചർ എഫക്റ്റ് ഇൻ MS Word. MS Wordലെ പിക്ചർ എഫക്റ്റ് അല്ലാത്തത് ഏതാണ്? ഇതിൽ ഷാഡോ ആയാലും വിവൽ ആയാലും 3D റൊട്ടേഷൻ ആയാലും പിക്ചർ ഫോർ എഫക്റ്റ് ആണ്. ഇതിൽ അപ്പോഴ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഈസ് ഓർ ആർ സ്മാർട്ട് ആർട്ട് ടൈപ്പ് ഇൻ MS Wordലെ സ്മാർട്ട് ആർട്ട് ടൈപ്പ് ഏതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതില് സൈക്കിൾ, റിലേഷൻഷിപ്പ്, മെട്രിക്സ് ഇതെല്ലാം MS PowerPointൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ആർട്ട് ടൈപ്പ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഈസ് ഇൻ MS PowerPoint ട്രാൻസിഷൻ ഈസ് അപ്ലൈ. MS PowerPoint ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത് ഏതിലാണ് എന്നാണ്. നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലോട്ടുള്ള ആ മൂവ്മെന്റിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഏതിലായിരിക്കും? നമ്മളുടെ സ്ലൈഡിലായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൗ ടു ആഡ് അനിമേഷൻ ഇൻ PowerPoint. PowerPointൽ അനിമേഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ്. ഇൻസെർട്ട് ടാബിലല്ല അനിമേഷൻ ഉള്ളത്, ഹോം ടാബിലല്ല. അപ്പോഴെന്താണ് ഡയറക്റ്റ് നമ്മൾ എവിടെ നിന്നാണ്? നമ്മുടെ അനിമേഷൻ ടാബിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്തത് ഹൗ ടു ആഡ് പിക്ചർ ഇൻ MS Excel. MS Excel പിക്ചർ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ എക്സലിലോട്ട് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസെർട്ട് ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ ഹോം ടാബിൽ നിന്നല്ല, ഫയലിൽ നിന്നല്ല. അപ്പോഴെന്താണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. Which of the following is not considered as range in MS Excel? MS Excel റേഞ്ച് ആയിട്ട് ഏതാണ് എടുക്കാത്തത്? നിങ്ങൾ ഇത് നോക്കി നിങ്ങൾക്കറിയാം, C33 എന്ന് പറയുന്ന ഒരു സെൽ നമ്പർ ആണ്. അതൊരു റേഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം. AL2 C1 എടുക്കാം, AL2 D4 ഇതെല്ലാം നമുക്ക് ഒരു റേഞ്ച് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, അല്ലെ? ഇതിൽ തന്നിരിക്കുന്ന റേഞ്ച് ആയിട്ട് വരാത്തത് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. അടുത്ത, വെൻ യു കോപ്പി $A $2 യൂസിങ് ഓട്ടോഫിൽ, ദെൻ എന്താണ് ഇവിടെ $A $2 എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നത് കോളം ഡസ് നോട്ട് ചേഞ്ച് ബട്ട് റോ ചേഞ്ച്. രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് റോ ആൻഡ് കോളം ഡു നോട്ട് ചേഞ്ച് എന്നാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് കോളം ചേഞ്ച് ബട്ട് റോ ഡസ് നോട്ട് ചേഞ്ച് എന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദീസ് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് $A $2 എന്ന് പറഞ്ഞാൽ റോ ആൻഡ് കോളം ഡു നോട്ട് ചേഞ്ച് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റർസെക്ഷൻ ഓഫ് കോളം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ഏതായിരിക്കും നമ്മളുടെ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. സെല്ലാണ് നമ്മുടെ. മാക്രോസ് ആർ ആഡഡ് ഫ്രം വിച്ച് മെനു ഓർ ടാബ് ഇൻ MS Excel. MS Excel ഏത് ടാബിൽ നിന്നാണ് നമ്മൾ മാക്രോസ് ആഡ് ചെയ്യുന്നത്? ഇൻസെർട്ട് ആണോ, ഹോം ആണോ, ഡെവലപ്പർ ആണോ, ഫോർമുലാസ് ആണോ? നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെവലപ്പർ ടാബിന്റെ അകത്താണ് നമുക്ക് മാക്രോ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു സെറ്റ് ഡിഫറെന്റ് പ്രിന്റ് സെക്ഷൻ ഇൻ സിംഗിൾ എക്സൽ വർക്ക്ഷീറ്റ്. സിംഗിൾ എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ ഡിഫറെന്റ് പ്രിന്റ് സെക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇൻസെർട്ടിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക. അപ്പോഴതല്ല, എഡിറ്റ് അല്ല, റിവ്യൂ അല്ല. എപ്പോഴും നമ്മൾ പ്രിന്റ് ചെയ്യാനാണ്. പേജ് ലേഔട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, പേജ് ലേഔട്ട് പ്രിന്റ് ഏരിയ എന്നതാണ്. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് സോർട്ടിംഗ് ഡേറ്റ ബൈ സർട്ടൻ ക്രൈറ്റീരിയൻ MS Excel. MS Excel സർട്ടൻ ക്രൈറ്റീരിയയിൽ ഡേറ്റ സോർട്ട് ചെയ്യുന്നതിന് ഒരു പേര് പറയും. എന്താണ് അതെന്താണ്? നമുക്ക് ഒട്ടും ഇതില്ലാതെ പറയാൻ പറ്റും. ഓപ്ഷൻ എ, സോർട്ടിംഗ് ആണ്.
Next, function in MS Excel which return number of cells that satisfy a given criteria. ഒരു given criteria satisfy ചെയ്യുന്ന സെൽസിന്റെ നമ്പർ റിട്ടേൺ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്നാണ്. കൗണ്ട് അല്ല, കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ഓഫ് സെൽസ് ആണ് പറയുന്നത്. ഇഫ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ മാത്രമാണ്. സം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അഡീഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, കൗണ്ട് ഇഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ ഡേറ്റ മാനിപ്പുലേഷൻ ടെക്നിക് ഇൻ MS Excel? താഴെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് ഡേറ്റ മാനിപ്പുലേഷൻ ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? പിവട്ടിംഗ് ആണോ, സോർട്ടിംഗ് ആണോ, ട്രാൻസ്പോർട്ടിംഗ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഇതിൽ ഡേറ്റ മാനിപ്പുലേഷൻ ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3 ടെക്നിക്ക് നമ്മൾ എന്താണ് ഡേറ്റ മാനിപ്പുലേഷൻ ടെക്നിക്കായിട്ട് എക്സലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദി എബോ ആണ്. നെക്സ്റ്റ്, ഹൗ ദ സെൽ അഡ്രസ് ഈസ് റെപ്രസെന്റഡ് ഇൻ എക്സൽ? ഒരു സെല്ലിന്റെ അഡ്രസ് നമ്മൾ എക്സലിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ്. റോ കോളം ആയിട്ടാണോ, ഷീറ്റ് റോ ആയിട്ടാണോ, കോളം റോ ആയിട്ടാണോ, അതോ ഷീറ്റ് കോളം ആയിട്ടാണോ? എങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു പേര് നമ്മൾ സെല്ലിനെ അഡ്രസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ എന്താണ് ഓപ്ഷൻ എന്താണ് സി ആണ് കറക്റ്റ്. കോളം റോ ആയിട്ടാണ് നമുക്ക് എന്താണ് കോളം നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ 1 2 3 എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ആ കോളം നമ്മൾ നമ്പർ ചെയ്യുന്നത് നമ്മൾ ആൽഫബറ്റിക് ആയിട്ടും റോ നമ്മൾ നമ്പർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഇത് റോ എന്ന് പറയുന്നത് 1 2 3യും കോളം എന്ന് പറയുന്നത് ആൽഫബറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എപ്പോഴും C1 അല്ലെങ്കിൽ D2 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോളത്തിന്റെയാണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് കോളം റോ ആണ്. വിച്ച് ടാബ് ഇൻ MS PowerPoint കണ്ടെയ്ൻ കമന്റ്സ്? കമന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ MS PowerPoint ഏത് ടാബിന്റെ അകത്താണ് വരുന്നതെന്നാണ്. നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റിവ്യൂ ടാബിന്റെ അകത്താണ് എന്താണ് കമന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത, റിഹേഴ്സ് ടൈമിംഗ് ഈസ് ഷോൺ ഇൻ ഡാഷ് മെനു ഓർ ടാബ്. അതായത് നമ്മൾ പവർ പോയിന്റിൽ റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത് ഏത് ടാബിന്റെ അകത്താണ് വരുന്നതെന്നാണ്. റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ലൈഡ് ഷോയുടെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതിന്റെ അകത്തായിരിക്കും വരുന്നത്? സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബ്, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഫ്രം കറണ്ട് സ്ലൈഡിൻ. കറണ്ട് സ്ലൈഡിൻ MS പവർ പോയിന്റിൽ കറണ്ട് സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത് Ctrl+F5 ആണ് നമ്മളുടെ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ MS PowerPoint അനിമേഷൻ ഈസ് അപ്ലൈഡ് ഫോർ. MS PowerPoint അനിമേഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ബോക്സിലാണോ, പിക്ചറിലാണോ, ചാർട്ടിലാണോ, അതോ ഇതിലെല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അനിമേഷൻ എന്ന് പറയുന്നത് ഏതിൽ വേണമെങ്കിലും സ്ലൈഡിൽ നമ്മൾ കൊടുക്കുന്ന ഏതൊരു ഇതിലും നമുക്ക് എന്താണ് അനിമേഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ഫോർ ന്യൂ സ്ലൈഡ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് തെറ്റായിരുന്നു. നമുക്കറിയാം ന്യൂ സ്ലൈഡ് നമുക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ Ctrl+M ആണ് നമ്മളുടെ എന്താണ് നമ്മളുടെ കറക്റ്റ് എന്ന് പറയുന്നത്. ആൻസർ നമ്മളുടെ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് Ctrl+M ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ തന്നേക്കുന്നതിൽ Ctrl+N എന്ന് പറയുന്നത് എന്താണ് ന്യൂസ് പ്രസന്റേഷൻ ഇൻസർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ Ctrl+N എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയാണ്. F1 എന്ന് പറയുന്നത് ഹെൽപ്പ് മെനുവിനും F3 എന്ന് പറയുന്നത് ടോഗിൾ ലോവർ കേസ് ടു അപ്പർ കേസ് ടോഗിളിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതിൽ കറക്റ്റ് ആൻസർ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ട് ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നല്ലതുപോലെ എക്സസൈസ് ചെയ്ത് കാണും. ഈ ആൻസർ ഒക്കെ അറ്റൻഡ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.